എം.വി.ഡിക്കാർ സമരത്തിലാണ്. ഒരു എം.വി.ഡി ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് എം.വി.ഡിക്കാരൊക്കെ സമരത്തിലിരിക്കുന്നത്. എന്താണ് ഈ സമരത്തിന് കാരണം? ഒന്നുമില്ല. പ്രളയത്തില് പെട്ട ആൾക്കാര് ഈ പറയുന്ന വെള്ളക്കെട്ടും, വെള്ളപ്പൊക്കമൊക്കെ ആയപ്പോഴത്തേക്കും ആൾക്കാര് ബുദ്ധിമുട്ടിലായല്ലോ. അവരെ സഹായിക്കാൻ വന്ന കുറച്ച് ഈ ഓഫ് റോഡ് ഡ്രൈവർമാരുണ്ടായിരുന്നു. ഉം, അവർക്ക് പെറ്റിയടിച്ചു. പെറ്റിയടിച്ച നടപടി ശരിയല്ല, അധികാര ദുർവിനിയോഗമാണെന്ന് മന്ത്രി മാതൃകാപരമായിട്ട് പറഞ്ഞു. ഉം. മന്ത്രി മാതൃകാപരമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഈ എം.വി.ഡി ഉദ്യോഗസ്ഥർ അധികാരം ദുർവിനിയോഗം ചെയ്യരുത്. നിങ്ങൾക്കുള്ള അധികാരത്തിന് വലിയ മഹത്വമുണ്ട്. അതിനെ ശരിയായ രീതിയിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അത് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയായിട്ട് വേണം ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞ് അവരെ സസ്പെൻഡ് ചെയ്തു. നമുക്കറിയാമല്ലോ ഈ പറയുന്ന എം.വി.ഡി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ പറ്റി കേൾക്കുന്ന ഏറ്റവും വലിയ പരാതി എന്താണ്? ഉം. അഴിമതിയാണ്. അഴിമതി. ആർ.ടി.ഒയിൽ നമ്മൾ ആർ.ടി.ഒ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ പൈസ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. എല്ലാം നമ്മൾ ആർ.ടി.ഒ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പം തന്നെ ഏജന്റുമാർ നമ്മളെ അങ്ങ് വളയും. ഏജന്റുമാർ വളഞ്ഞിട്ട് എന്താ ആവശ്യം? എന്തിനാ വന്നേ? എന്താ നമ്മൾ ഇന്നൊരു ആവശ്യത്തിനാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇത് ചോദിക്കാൻ നിങ്ങൾ ആരെന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അവിടെ. ഇവന്മാർ ഗുണ്ടകളാണ്. അപ്പോൾ അപ്പോൾ ഇത് കാര്യം ഈ ഗുണ്ടാ പ്രവർത്തനം നടക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ.ടി.ഒ ഓഫീസിൽ ഇരിക്കുന്ന എം.വി.ഡിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഏജന്റുമാരിൽ നിന്ന് പൈസ കിട്ടും. അതവിടെ ഓഫീസിലൊന്നുമില്ല. ഓഫീസിൽ നമ്മൾ കയറി ചെന്നാൽ വിജിലൻസ് ചെന്നാലോ പരിശോധിച്ചാലോ ഒന്നും കിട്ടില്ല. അത് പുറത്ത് വേറെ കടകളായിരിക്കാം, മറ്റ് സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ ആയിരിക്കാം. എവിടെയായാലും ശരി തന്നെ ഇവർക്ക് പണി കിട്ടാതെ അവരൊരു പണിയും എടുക്കില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ എല്ലാ ഉദ്യോഗസ്ഥരും അങ്ങനെയാണ്, നമ്മുടെ ആക്ഷേപം പറയുന്നില്ല. പക്ഷേ ഒരു മാഫിയ ഈ റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ കൈക്കൂലിയുണ്ട്. എല്ലാം ഓൺലൈനാക്കി. എന്നിട്ട് പോലും ഈ കൈക്കൂലികളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടി എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന സംവിധാനത്തിൽ ഇതിനകത്ത് അതാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ പരാതി. അതുകൊണ്ടാണ് എം.വി.ഡിക്കാർക്ക് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കൂ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എവിടെ വേണം ഒരു ആർ.ടി.ഒ ഒരു എം.വി.ഡിക്കാരന് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് വലിയ സന്തോഷം. അത് നന്നായി. ഇവൻ നമ്മളെ പിഴിഞ്ഞ് ജീവിക്കുന്നവനല്ലേ എന്നൊരു കാര്യം ഈ ജനങ്ങൾ തന്നെ അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇവർ കാക്കിയാണ് ഇടുന്നത്. കാക്കി ഇട്ടിട്ട് ഇവർ വെറും സർക്കാർ ഉദ്യോഗസ്ഥന് മാത്രമാണ് കേട്ടോ. പോലീസൊന്നും അല്ല ഇവർ. പോലീസിൻ്റെ യാതൊരു അധികാരങ്ങളും ഇവർക്കില്ല. ഇവർ ഈ പറയുന്ന കാക്കി ഇട്ടിരിക്കുന്നു എന്നുള്ള ബലത്തിൽ ആൾക്കാരെ ഭയങ്കര എന്താ ധാർഷ്ട്യത്തോടു കൂടി പെരുമാറുക. ഇതൊക്കെ സ്ഥിരമായിട്ട് എം.വി.ഡിക്കുള്ളതാണ്. ഞങ്ങൾക്കെന്തോ വലിയ അധികാരമുണ്ട്. ഒരു അധികാരമില്ല. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ഈ കൃത്യനിർവഹണം നടത്താൻ വേണ്ടിയിട്ടുള്ള ടാക്സിൻ്റെ ഓഫീസർമാർക്കുള്ള പോലെ, സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥർക്കുള്ളതുപോലെ, അങ്ങനെയുള്ള വലിയ ഫയർഫോഴ്സിനുള്ളതുപോലെ, ഏതാ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ഉള്ളതുപോലുള്ള ഒരു പദവി മാത്രമേ ഇവർക്കുള്ളൂ. ഇവർക്ക് ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിൻ്റെ ചാർജ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആൾക്കാരെ വിരട്ടുന്നത്, ഭീഷണിപ്പെടുത്തുന്നത് എന്തോ പോലീസുകാരാണെന്നുള്ള രീതിയിലാണ്. കാക്കിയിട്ട എല്ലാവരും പോലീസുകാരായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ. അപ്പോൾ ഈ ധാർഷ്ട്യം ഇവർക്കുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ ഇവർ പ്രയോഗിക്കാറുള്ളത് ഏറ്റവും സാധാരണക്കാരോടാണ്, ഇല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഈ അവസ്ഥ അറിഞ്ഞ് പെരുമാറണം എന്നൊരു രീതിയിലുണ്ട്. ഇപ്പൊ ഈ രീതിയുണ്ട്. ഓഫ് റോഡ് ഡ്രൈവേഴ്സ് ആണെങ്കിലും വണ്ടി ഉടമകളാണെങ്കിലും അവരുടെ ആവശ്യത്തിനല്ലല്ലോ വന്നത്. അല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇവർ ഈ വണ്ടിയും എടുത്ത് വന്ന് വളരെ സാഹസികമായിട്ട് ആൾക്കാരെ രക്ഷിച്ചുകൊണ്ട് പോവുകയും ആൾക്കാരുടെ സ്വത്തുവകകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുകയും ചെയ്ത ആൾക്കാരാണ്. ഇവർ ഉം. പ്രതിഫലേച്ഛയോടുകൂടിയല്ല വരുന്നത്. ഒരു പ്രതിഫലവും ഇവർ പ്രതീക്ഷിക്കുന്നില്ല. പലരും വന്ന ആൾക്കാർ, ഈ ഓഫ് റോഡിൽ പോകുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടാണ് വരുന്നത്. ശരി, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഉം. നമ്മുടെ ഫിഷേഴ്സ് ബോട്ട് പൊതു ഇടത്തിലേക്ക് ഇറക്കാനുള്ള റൂൾസ് ഉണ്ടോ? ഇല്ല, അടിയന്തര ഘട്ടത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ ഈ ചിന്തിക്കാറുണ്ട്. എം.വി.ഡിയെ സംബന്ധിച്ച് അങ്ങനെ, കാരണം ഇവർ എം.വി.ഡി മോട്ടോർ അങ്ങനെയൊക്കെ ചെയ്താൽ വെഹിക്കിൾസ് ഇപ്പൊ ബോട്ടിന് ആയതുകൊണ്ട്. പോയിട്ട് പെറ്റിയടിച്ചെന്ന് വരും. പിന്നെ റോഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ഉം. ഇവർക്ക് ഒരു പക്ഷേ പെറ്റിയടിക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും കൈയൊക്കെ ഇങ്ങനെ ആ തെറിച്ചു വരുമായിരിക്കും. അനധികൃതമായി മോഡിഫൈ ചെയ്ത വാഹനം എന്നൊക്കെ വേണമെങ്കിൽ ഇവർ ചിലപ്പോൾ പേരിട്ടേക്കും ഈ ബോട്ടിനെ കണ്ടിട്ടേ. ഉം. ബോട്ട് മത്സ്യബന്ധനത്തിലുള്ള ബോട്ടില്ലേ, ഒരു മീൻ പിടിക്കാൻ അതെ. പോകുന്ന ബോട്ടിനെ പിടിച്ചിട്ട് ഒരു അനധികൃതമായി മോഡിഫൈ ചെയ്ത ഒരു വാഹനം RC നിരത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഇവരൊരു പക്ഷേ ചെയ്തേക്കും. അങ്ങനെ ഉം. പെറ്റിയടിക്കാത്ത മഹാഭാഗ്യം എന്നേ പറയാനുള്ളൂ. ഏതായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഓഫ് റോഡിന് വരുന്ന ആൾക്കാർ പലരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാനവരെ നമ്മൾ ഈ പല സമയത്ത് കഴിഞ്ഞ 2018 ഫ്ലഡിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഇവരുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവരൊക്കെ വലിയ ത്യാഗോജ്വലമായ പ്രവർത്തനമാണ് നടത്തിയത്. ഒരു പൈസ പോലും വാങ്ങിക്കാതെ അവർ പറയും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഉം. ചെയ്യാമല്ലോ എന്നുള്ളത് വെച്ചിട്ടാണ് അവർ വരുന്നത്. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്, മനുഷ്യൻ നിന്നാൽ മുങ്ങിപ്പോകുന്ന സ്ഥലത്ത് കൂടെ ഇവർ അതിസാഹസമായി വണ്ടിയും കൊണ്ട് പോവും. ആ വണ്ടി കൊണ്ട് ഉം. പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ ബുദ്ധിമുട്ടാണ് ആ വണ്ടി ഓടിക്കാനായിട്ട്. വണ്ടിക്കകത്ത് എവിടെയൊക്കെ വെള്ളം കയറുമെന്ന് അറിയാം. എന്നിട്ടും അവർ കൊണ്ടുപോയി നടക്കാൻ പറ്റാത്ത ചെളിയിൽ കൂടെ, നമുക്ക് മനുഷ്യർക്ക് നടന്നു പോകാൻ പറ്റാത്ത ചെളിയിൽ കൂടെ ഈ വണ്ടിയും ഓടിച്ചു പോയി ആൾക്കാരെ രക്ഷിക്കുന്നത് നമ്മൾ നേരിൽ കണ്ടതാണ്. ഇത് ഒരു സ്ഥലത്ത് ഉം. മാത്രമല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന സമയത്ത് ഉം. ഒരു ജീപ്പിലായി ഒരാൾ പോയിട്ടാണ്
പല ആൾക്കാരെ രക്ഷിച്ചുകൊണ്ട് വന്നത്. അല്ല ഇങ്ങനെ പിന്നെയും എന്നിട്ട് അദ്ദേഹം അപകടത്തിൽപ്പെട്ട് മരിക്കുകയും ചെയ്തു. അല്ല ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുവെ ഇപ്പൊ ഒരു ദുരന്ത നിവാരണങ്ങളാണെങ്കിലും പൊതുജനങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതിയിൽ നിന്നും പിന്നോട്ട് നമ്മൾ ഇനി ഇതുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇനി പെറ്റി വന്നാലോ നിയമപ്രശ്നം അതെ, ഉണ്ടായാലോ പലപ്പോഴും ഈ റോഡ് ആക്സിഡന്റ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ പലരും നോക്കാതെ പോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ. അതെ. അതിന്റെ പ്രധാന വിഷയം ഇനി ഇതിന്റെ തലയിലാക്കും കേസ് ഇതിന് ചിലപ്പോൾ ഇതിന്റെ ബാക്കി വരുന്ന നമ്മൾ കോടതി കയറി നടക്കേണ്ടി വരും അല്ലെങ്കിൽ കേസാവും. അതുകൊണ്ട് ആ ജീവൻ അവിടെ കിടന്നോട്ടെ. അത്തരത്തിൽ ഇപ്പൊ ഒരു മർഡർ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങനെ പോകാനുള്ള ഒരു രീതിക്ക് ഒന്നാമത്തെ കാര്യം ഈ സിസ്റ്റത്തിന് ഇത്തരം പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ മനസ്ഥിതിയാണ്. ഈ അടുത്ത തവണ ഒരു ഫ്ലഡ് ഉണ്ടാവുമ്പോൾ എത്ര ഓഫ് റോഡേഴ്സ് ഉണ്ടെങ്കിലും അതിൽ ഒരാളെങ്കിലും അവർ വിചാരിക്കും ചിന്തിക്കുകയാണ്. ഞാനെന്തിന് പോയി പെറ്റി വാങ്ങിക്കണം, ഞാനെന്തിന് പെറ്റി വാങ്ങിക്കണം, ഞാൻ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി പോയതാ, എന്നിട്ട് എനിക്ക് കിട്ടിയത് പെറ്റിയാണ്. അത് എന്താണെന്ന് അറിയാമോ? ആ വാഹന ഉടമ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീപ്പ് അദ്ദേഹം ഇങ്ങനെ വെള്ളത്തിൽ കൂടെയൊക്കെ ഓടിച്ച ആൾക്കാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വെള്ളം കയറി, ഈ എഞ്ചിൻ ക്യാബിനിലേക്ക് വെള്ളം കയറി. വെള്ളം കയറിയപ്പോഴത്തേക്കും അതിൻ്റെ ഓയിൽ എഞ്ചിനിൽ ഒരു വാർണിംഗ് ലൈറ്റ് ഉണ്ട്, ആ വാർണിംഗ് ലൈറ്റ് കത്തി. അതോടുകൂടിയാണ് ഇദ്ദേഹം നേരെ ടൗണിലേക്ക് വന്നിട്ട് എഞ്ചിൻ ഓയിൽ മാറാൻ വേണ്ടിയിട്ട് അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അത് വന്നപ്പോഴാണ് ഈ പറയുന്ന MVD പിടിച്ചു നിർത്തിയിട്ട് മോഡിഫൈഡ് വെഹിക്കിളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെറ്റി അടിക്കുന്നത്. ആ പെറ്റി ഗുരുതരമായിട്ടുള്ള ഒരു പെറ്റി. ആ പെറ്റി അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ പോവുക. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ വന്നത് എന്ന് പറയുന്നത് ഈ എന്താ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കിട്ടിയത് എന്താണ്? പെറ്റി. ആ പെറ്റി വന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം അതിനെതിരെ പ്രതിഷേധിച്ചു. ആ വീഡിയോ എടുത്തു. ആ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയാണ് നമ്മുടെ ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഗതാഗത മന്ത്രി എന്ത് ചെയ്തു? അതിൽ നടപടിയെടുത്തു. ഈ പെറ്റി അടിച്ച ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പെറ്റി ഒഴിവാക്കണം എന്നുള്ള നടപടിയിലേക്കൊക്കെയാണ് പിന്നെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴാണ് MVD ഈ ഉദ്യോഗസ്ഥന്മാരുടെ അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ ഈ ആൾക്കാരുടെ സംഘടന വന്നിട്ട് സമരം ചെയ്യുന്നു. അവർ ആദ്യം കറുത്ത ബാഡ്ജ് അടിഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് കയറാതിരിക്കും, ഇല്ലെങ്കിൽ കയറിയാൽ തന്നെ പെറ്റി അടിക്കില്ല. അത് പെറ്റി അടിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ വരുമാനം ഇല്ലെങ്കിൽ ഈ ഒരു സംയോജിതമായി പെരുമാറുന്ന ഇപ്പൊ ഒരു കുറ്റവാളിയുമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോവുകയാണ്. അയാളെ സംബന്ധിച്ച് ആ കുറ്റവാളി രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്കായിരിക്കും അതിന്റെ ബാക്കി കോൺസിക്വൻസ് ഉണ്ടാവുന്നത്. പക്ഷെ അയാളുടെ മുന്നിലേക്ക് ഒരു കുട്ടികൾ സഞ്ചരിച്ചു പോകുന്ന ഒരു വാഹനം അപകടത്തിൽപ്പെടുകയാണ്. അയാൾ ആ കുറ്റവാളി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി അയാളോടൊപ്പം നിൽക്കുമോ അതോ കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട്? കുട്ടികളെ രക്ഷപ്പെടുത്താനേ നിൽക്കുള്ളൂ. ഇതല്ലേ ഈ കുറ്റവാളി രക്ഷപ്പെട്ടാൽ ഈ അപകടത്തിൽപ്പെട്ടവർ രക്ഷിക്കണമെന്നേ സാധാരണ ഒരു മനസ്സിൽ തോന്നേണ്ടത്. എന്ന് വെച്ച് ഞാൻ ഇനി നിയമം നടപ്പിലാക്കില്ല അല്ലെങ്കിൽ ഞാൻ ഇനി ജോലി ചെയ്യില്ല, അങ്ങനെ ഒരു തീരുമാനം എങ്ങനെയാണ് എടുക്കാൻ തോന്നുന്നത്? അതാണ് പറഞ്ഞത്, നിയമം പാലിക്കാനുള്ള, അതായത് യന്ത്രത്തെ പോലെ നിയമം പാലിക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ യന്ത്രത്തെ പോലെ നിയമം പാലിക്കണോ അതോ മനുഷ്യനായിട്ട് പെരുമാറണോ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സാധാരണക്കാരൻ്റെ മുന്നിൽ വരുമ്പോൾ സാധാരണക്കാരൻ എന്താ പറയുന്നത്? മനുഷ്യനായിട്ട് പെരുമാറണം. നമ്മൾ എല്ലായിടത്തും ഒരു മാനുഷിക പരിഗണന വെച്ച് വേണം നിയമങ്ങൾ എന്തിനാണ് ഉണ്ടാക്കിയത്? നമ്മളല്ലേ നിയമം ഉണ്ടാക്കിയത്? നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ പോയിരുന്ന് ചർച്ച ചെയ്ത് നമുക്ക് ഇങ്ങനെ വേണം സംവിധാനങ്ങളൊക്കെ എന്ന് തീരുമാനിക്കുന്ന, അപ്പം നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നിയമം ഉണ്ടാക്കുന്നത് നമുക്ക് പ്രയോജനകരമാവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഉപദ്രവകരമാവുന്ന ഒരു നിയമവും ചെയ്യാൻ പാടില്ല. അഥവാ നിയമങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ നിയമങ്ങൾ സമയോചിതമായിട്ട് പ്രവർത്തിക്കണം. അതെങ്ങനെയാണോ സമയം അതിനനുചിതമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത്. ഈ മാസ്ക് വെക്കാതിരുന്ന് കഴിഞ്ഞാൽ പെറ്റിയടിക്കുന്ന സമയം ഉണ്ടായിരുന്നു നമ്മുടെ കോവിഡ് സമയത്ത്. അനാവശ്യമായിട്ട് പുറത്തിറങ്ങിയാൽ നമ്മുടെ പെറ്റിയടിക്കുമായിരുന്നു. ആ അധികാരങ്ങൾ എക്സ്ട്രാ ആയിട്ടൊരു പവർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് വന്നു. പിന്നീട് അത് മാറ്റി. ആ സമയത്തിനനുസരിച്ചാണ്. അപ്പോഴും മെഡിക്കൽ എമർജൻസിക്ക് പോയ ഇളവുണ്ടായിരുന്നു, പല കാര്യങ്ങൾക്ക് ഇളവുണ്ടായിരുന്നു. ഇതാണ് ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഇതാണ് സംവിധാനം എല്ലായിടത്തും പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ആ സംവിധാനം ഒരിടത്ത് ഒരു ആവശ്യഘട്ടത്തിൽ ഉപയോഗിക്കുകയും ആവശ്യമില്ലാതാവുമ്പോൾ അതിനെ മാറ്റുകയും ചെയ്യും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഇവിടെ ഒരു അടിയന്തര ഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾക്ക് മേൽ, അവർക്ക് മേൽ ഇത്തരത്തിലുള്ളൊരു കടുത്ത നിയമം ചുമത്തുകയും അവർക്ക് മേൽ പെറ്റി ചുമത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അവർ പിന്നെ അതിന് പറഞ്ഞ പോലെ തന്നെ ഈ ആൾക്കാർ തയ്യാറായെന്ന് വരില്ല. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ നമ്മുടെ അഴിമതിയുടെ കാര്യമെല്ലാം പറഞ്ഞു. ഇതിനൊക്കെ അപ്പുറത്ത് ശരിയായിട്ട് മറ്റുള്ളവർക്ക് പ്രചോദനകരമായിട്ട് വീഡിയോകളൊക്കെ ചെയ്യുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ നമ്മൾ കണ്ടിട്ടുണ്ട്. വാർണിംഗ് കൊടുത്ത് വിടുന്നു, ഹെൽമെറ്റ് വെച്ച് 2 പേരും വരുമ്പോൾ അവരെ അഭിനന്ദിക്കുന്നു, കൃത്യമായി നിയമം പാലിക്കുന്നവരെ അഭിനന്ദിക്കുന്നു, അവർക്ക് പാരിതോഷികം കൊടുക്കുന്നു. നിങ്ങൾ ശരി, അങ്ങനെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന MVD ഉദ്യോഗസ്ഥരെ എനിക്കറിയാം. മാതൃകാപരമായിട്ട് മാത്രമല്ല, അയാളുടെ റൊട്ടീൻ ജോലികൾ മാത്രം ചെയ്താൽ മതി എന്നിരിക്കെ അന്വേഷിച്ചു പോയി ഈ ആൾക്കാരുടെ ജീവനും ഇല്ലെങ്കിൽ ഗതാഗതത്തിനും
ഉപദ്രവം ഉണ്ടാകുന്ന ഏതെങ്കിലും അപകടത്തിന് സാധ്യത ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ എനിക്കറിയാം. അതായത് മാതൃകാപരമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. അവർക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ റൊട്ടീൻ ജോലി ചെയ്താൽ മതി. അതിനപ്പുറത്തേക്ക് അവരങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട്, അലംഭാവം കൊണ്ട് ഒരു അപകടം ഉണ്ടാകരുത്, മറ്റൊരാൾക്ക് ദോഷം വരരുത് എന്ന് ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെയുള്ളവരുടെ കൂടി മൊറയിൽ നഷ്ടപ്പെടുത്താൻ ചില ഉദ്യോഗസ്ഥർ കാരണമാകുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങൾ പെറ്റിയടിക്കില്ല, AI ക്യാമറകൾ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ഒരു അരാജക പ്രവണതയിലേക്ക് കൊണ്ടുപോകുന്ന ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി ഇത്തരത്തിൽ ഈ നിയമത്തെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംവിധാനത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ പിരിച്ചുവിടണം. മുഴുവൻ പിരിച്ചുവിടുക. ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ മുഴുവൻ ഇത്തരം അലംഭാവത്തോടു കൂടി നിൽക്കുന്ന ഈ സർക്കാരിൻ്റെ ഉത്തരവിനെ വെല്ലുവിളിക്കുന്ന ആൾക്കാരെ മുഴുവൻ പിരിച്ചുവിടുക എന്നുള്ളതാണ്. പിരിച്ചുവിട്ട് അവർ കോടതിയിൽ പോയിട്ട് പിന്നെ ഉത്തരവ് വാങ്ങിച്ചിട്ട് വന്ന് ജോലിക്ക് കയറട്ടെ. അതുവരെ ഒരു ശമ്പളമോ ഒരു സസ്പെൻഷൻ ആനുകൂല്യമോ ഒന്നും ഇല്ലാതെ മുഴുവൻ ആൾക്കാരെയും പിരിച്ചുവിടുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ഇത്തരം അച്ചടക്ക ലംഘനങ്ങൾക്ക് അറുതി വരികയുള്ളൂ. നല്ല ആർജവമുള്ള ഒരു മന്ത്രിയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്നത്. ഇതുവരെയും വന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് പല ആരോപണങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വീക്ഷണമുള്ള മന്ത്രിയാണ് ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഞങ്ങൾക്ക്, അതായത് ഇന്ത്യ ലൈവിനും C4Nനും ഒക്കെ നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ വളർച്ചയ്ക്ക് എപ്പോഴും സഹായകമാകുന്നത്. നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾക്ക് ശരിയായ വാർത്തകൾ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം, ഇതിൽ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുമാത്രവുമല്ല, കമൻറ്റായി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വാർത്തകൾ പങ്കിടാനുണ്ടാവും. അവയൊക്കെ കുറിച്ചും ഈ കമൻറ്റുകളിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇന്ത്യ ലൈവ് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ C4Nനും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിനോടും C4Nനോടും ഒപ്പം യാത്ര ചെയ്യുക. വ്യത്യസ്തമായ മറ്റാരും പറയാത്ത വാർത്തകൾ ഈ ചാനലുകളിലൂടെ, ഇന്ത്യ ലൈവിലൂടെ, C4Nലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂൺഡ്. ഇന്ത്യ ലൈവ്, C4N പിന്തുണയ്ക്കുക, സഹായിക്കുക.